ാണ് നിലമ്പൂർ ഈ സമീപകാലത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന കഴിഞ്ഞ മെയ് മാസത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നിലമ്പൂരിൽ ആര് ജയിക്കും എന്നുള്ളതാണ് ആദ്യം അറിയാൻ പോകുന്നതിന്റെ സൂചന എന്താണ് എന്ന് നോക്കാം. നിലമ്പൂരിൽ നിലവിൽ യു ഷറഫ് അലി LDF സ്ഥാനാർത്ഥിയായിട്ട്, ആര്യാടൻ ഷൗക്കത്ത് സിറ്റിംഗ് MLA LDF സ്ഥാനാർത്ഥിയായിട്ട്, ഗിരീഷ് മേക്കാട് NDA സ്ഥാനാർത്ഥി BDJSന്റെ പ്രതിനിധി, ഇവരാണ് നിലവിൽ പിക്ചറിലുള്ളത്. M സ്വരാജ് നേടിയതിനേക്കാൾ കൂടുതൽ വോട്ട് യു ഷറഫ് അലി നേടുമോ എന്നുള്ളതാണ് ഇതിലെ എനിക്ക് തോന്നുന്ന ഏറ്റവും കൗതുകകരമായ കാര്യം. അതെ, ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം അതിന്റെ മാറ്റ് കുറഞ്ഞോ? അതിന്റെ ശരിക്കും പറഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്ത് വിജയത്തിന്റെ ഒരു MLA സ്ഥാനത്തിന്റെ ഹണിമൂൺ പീരീഡിലാണ്. അതുകൊണ്ട് നിലമ്പൂരിൽ ആരെ നമുക്ക് പെട്ടെന്ന് നോക്കി വരാം. വലിയ കൗതുകത്തിന് കാര്യമില്ലല്ലോ അവിടെ. ആര്യാടൻ തന്നെ 49.98%. ആര്യാടൻ ഷൗക്കത്ത് തന്നെ 6.17 മുൻതൂക്കമാണ് അവിടെ ഉള്ളത്. അതായത് അഖിൽ, ഉപതെരഞ്ഞെടുപ്പിന്റെ അത്രയും ലീഡ് വരുന്നില്ല. മത്സരമുണ്ട് അവിടെ. അതായത് എം സ്വരാജിനേക്കാൾ കടുത്ത മത്സരം കൊടുക്കുന്നു. എനിക്ക് തോന്നുന്നൊരു കൗതുകം, ഒരുപക്ഷെ ഉപതെരഞ്ഞെടുപ്പിൽ യു ഷറഫ് അലി കുറെ കൂടി നല്ല സ്ഥാനാർത്ഥിയായിരുന്നോ ഈ മത്സരം കാണുമ്പോൾ തോന്നുന്നുണ്ട്. അവിടെ മത്സരം നടക്കുന്നുണ്ട്. അവിടെ ആര്യാടൻ ഷൗക്കത്തിന് ഒരു ഈസി വാക്ക് ഓവർ അല്ല. കൽപ്പറ്റയിൽ സിദ്ദിഖിന്റെ കൂട്ട് തന്നെ ഇദ്ദേഹം ജയിക്കും, സുരക്ഷിതമായി ജയിക്കാനുള്ള സാഹചര്യമുണ്ട്. എങ്കിലും അവിടെ ഒരു കാര്യത്തിൽ കുറവുണ്ടാവാം ഉറപ്പായിട്ട്. കാരണം സംസ്ഥാനത്തൊട്ടായുള്ള UDF നേതൃത്വം അവിടെ പോയി ആ തെരഞ്ഞെടുപ്പ് UDF ജയിച്ചതുപോലെ ഈ മൊത്തത്തിൽ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ നിലമ്പൂരിൽ ആ വലിയൊരു വിജയം ഉണ്ടാകും. ജയിപ്പിക്കാൻ പറ്റില്ല. ആ ഒരു വിജയം ഒരു പക്ഷേ ഉണ്ടാവണം എന്നില്ല. പക്ഷെ അദ്ദേഹം ജയിക്കാനുള്ള മാർജിൻ ഉണ്ട്. പക്ഷേ നിലമ്പൂരിൽ, മലപ്പുറത്ത് അപൂർവം ചില മണ്ഡലങ്ങളിൽ മത്സര പ്രതീതിയെങ്കിലും ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ LDFകാർ തങ്ങളുടെ സ്ഥാനാർത്ഥി മത്സരിക്കാൻ വേണ്ടി ഫീൽഡിൽ ഇറങ്ങുന്നുണ്ട് എങ്കിൽ അതിലെ എണ്ണം പറഞ്ഞ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലമായി. ഏതായാലും ക്രൂരമായ വാക്കുകളാണ്. മലപ്പുറത്ത് മത്സര പ്രതീതി എങ്കിലും ഉള്ള മണ്ഡലങ്ങളിൽ ഒന്നായി നിലമ്പൂർ മാറുന്നു എന്നാണ് അഖിൽ പറയുന്നത്. എന്തായാലും 6% കൂടുതൽ മേൽക്കൈ അവിടെ. എന്തായാലും ആര്യാടൻ തോൽക്കാനുള്ള സാധ്യതയൊന്നുമില്ല.